ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ചുമയും കഫക്കെട്ടൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു എഗ്ഗ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ആടലോടകം വെച്ചുണ്ടാക്കുന്ന ഈ ഒരു എഗ്ഗ് ഫ്രൈ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 2 നാടൻ മുട്ട വെച്ചാണ് ഞാൻ ഈ ഒരു എഗ്ഗ് ഫ്രൈ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 പിടി ആടലോടകം ഇട്ട് കൊടുക്കുകയാണ്. ആടലോടകത്തിൻ്റെ കൂടെ നമുക്കിതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകത്തിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെ കൂടെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പം ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ ഇപ്പോൾ മസാല ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 നാടൻ മുട്ട ചേർത്ത് കൊടുക്കാം. നാടൻ മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കണം. മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഫ്രൈ ആവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇവിടെ ഇപ്പോൾ മുട്ട നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു എഗ്ഗ് ഫ്രൈ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.